ഹലോ ഫ്രണ്ട്സ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML ഈ ഓഹരി ഇപ്പോൾ 4300 നിലവാരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ കോൾ അപ്ഡേറ്റ്സ് ഇന്ന് പുറത്തേക്ക് വരികയുണ്ടായി. വളരെ ഇംപ്രസീവായിട്ട് തോന്നി. അതുകൊണ്ട് പ്രത്യേകിച്ചും ഡിഫൻസ്, റെയിൽവേ ഒക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൾ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് പങ്കുവെക്കണമെന്ന് തോന്നി. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 18,000 കോടി രൂപയുടെ കമ്പനിയാണിത്. ഈ കമ്പനിയുടെ റെക്കോർഡ് ഓർഡർ ബുക്കാണ് ഈ വർഷം വന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ ഫുൾ ആനുവൽ റിപ്പോർട്ടും അതുപോലെ Q4 റിസൾട്ടുമാണ് ഈ കമ്പനി പ്രഖ്യാപിച്ചത്. കമ്പനിയുടെ റെക്കോർഡ് ഓർഡർ ബുക്കായിട്ടുള്ള 14,610 കോടി രൂപ ഈ കമ്പനി ഈ സാമ്പത്തിക വർഷം അച്ചീവ് ചെയ്യുകയുണ്ടായി എന്നാണ് മാനേജ്മെൻറ്റ് അറിയുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഏറ്റവും വലിയതാണ്. 405 കോടി രൂപയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഓർഡർ ബുക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പെടുന്നത് മെട്രോ ട്രെയിനുകളുടെ ഓർഡർ ബുക്കുകളാണ്. അതായത് ബാംഗ്ലൂർ, ചെന്നൈ മെട്രോ, അതുപോലെ തന്നെ ഹൈ സ്പീഡ് ട്രെയിൻ, ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഹൈ സ്പീഡ് ട്രെയിനുകൾ ഉണ്ടാക്കാനുള്ള ഓർഡറുകളും ഈ കമ്പനിയാണ് മാനേജ് ചെയ്യുന്നത്. അതിന് പുറമെ പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഹൈ മൊബിലിറ്റി വെഹിക്കിൾ HMV 12x12 ആണ്. അതുപോലെ തന്നെ സെൽഫ് പ്രൊപ്പൈൽഡ് മൈൻ ബാരിയർ, അതുപോലെ തന്നെ ആർമിക്ക് വേണ്ടിയിട്ട് 1500 HP മെയിൻ ബാറ്റിൽ ടാങ്ക്സിൻ്റെ എഞ്ചിനുകൾ, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ സ്ലീപ്പർ കോച്ചുകൾ സപ്ലൈ ചെയ്തിരിക്കുന്നു ഈ കമ്പനി. 13,410 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം 2024-25 വർഷത്തെ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഗവൺമെൻറ്റാണ് 54% ഓഹരികളും ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. ഗ്രോസ് മാർജിൻ കമ്പനിയുടേത് വെറും 5.63% ഉണ്ടായിരുന്നത് ഇപ്പോൾ 13.2% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 101 കോടി രൂപയാണ് ഓരോ വർഷവും കമ്പനി നീക്കിവെക്കുന്നത്. അതായത് മൊത്തം സെയിൽസിൻ്റെ 2.5% റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നീക്കിവെക്കുന്നു. ഹയസ്റ്റ് എവർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. 2024-25 405 കോടി രൂപയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കമ്പനി നേടിയിരിക്കുന്നത്. കമ്പനിയുടെ വർക്കേഴ്സ് 2020-21 സാമ്പത്തിക വർഷത്തിൽ 6,053 എംപ്ലോയീസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4,761 എംപ്ലോയീസാണ് കമ്പനിക്കുള്ളത്. 75% ഗ്രീൻ എനർജി ക്യാപ്റ്റീവ് കൺസംഷനാണ് ഇവർ ഉപയോഗിക്കുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടിയിട്ട് ഏകദേശം 2 മുതൽ 3% വരെ അവർ ചിലവഴിക്കുന്നുണ്ട് ആവറേജ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെത്. അതായത് ഡിഫൻസ് സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ റെയിൽവേ സെഗ്മെൻറ്റിലും വളരെയേറെ പോസിബിലിറ്റിയുള്ള, വളരെ വന്ദേ ഭാരതും അതുപോലെ പുതിയ ട്രെയിൻ അപ്ഗ്രേഡേഷനൊക്കെ വരുന്ന സമയത്ത് പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഓർഡർ ബുക്കുകൾ കിട്ടാനും അത് കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യാനും സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള പല റിസർച്ച് ഐഡിയാസിനും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസിനുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ഞങ്ങളുടെ സർവീസുകളും അഫോർഡബിൾ റേറ്റിൽ ലഭ്യമാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട്